മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി കുട്ടിയെ കാണാനായിട്ട് ഗ്രേസ്യാമ്മയുടെ വീട്ടിലേക്ക് വീണ്ടും ആ ഒരു രമേശൻ നായർ വരുന്നുണ്ട്. അയാളെ കാണുന്നതോടുകൂടി തന്നെ രേവതിക്കുട്ടി എങ്ങാനും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഗ്രേസ്യാമ്മക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രേസ്യാമ്മ നേരെ രേവതിക്കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. മോളെ, ഇങ്ങനെ വരുന്നവരൊക്കെ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. രമേശൻ നായരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും അയാൾ ഒരു പക്ക ജെന്യൂൻ പേഴ്സൺ ആണെന്ന്. പക്ഷേ ഗ്രേസ്യാമ്മ രേവതിക്കുട്ടിയോട് പറയുന്നത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും സെക്സ് റാക്കറ്റിനുമൊക്കെ പെടുത്താനും അങ്ങനെ വേറെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവന്മാർ നടക്കുന്നത് എന്നൊക്കെ ആയിരിക്കും. ഗ്രേസ്യാമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്നതോടുകൂടി തന്നെ രേവതിക്കുട്ടിക്ക് ആകെ പേടിയാവും. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രേസ്യാമ്മ നേരെ രമേശൻ നായർക്ക് നേരെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഗ്രേസ്യാമ്മ അത്ര നല്ല രീതിയിലൊന്നിട്ടോ അവരോട് പെരുമാറുന്നതും. രമേശൻ നായരാണെങ്കിൽ രേവതിക്കുട്ടി ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ രമേശൻ നായർ ചോദിക്കും, മോളെ ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്ക് കുറച്ച് പ്രായമുള്ളതല്ലേ എന്ന് ചോദിക്കും. ഓ, ഞാനത് പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഇരുന്നോളൂ എന്ന് ഗ്രേസ്യാമ്മ പറയുന്ന സമയത്ത് തന്നെ അയാൾ പറയുന്നുണ്ട്, ഞാൻ അന്ന് വന്നപ്പോൾ നിങ്ങളോടൊരു കള്ളം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അന്നേരം ഗ്രേസ്യാമ്മക്കത് മനസ്സിലാവുന്നുണ്ട് ഇത് രേവതിക്കുട്ടിയുടെ കാര്യമാണെന്ന്. ഗ്രേസ്യാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ അന്ന് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഇവിടെ നിർത്തിയിരിക്കുന്ന കുട്ടിക്ക് 36 വയസ്സുണ്ടാവുമെന്ന്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓ. അന്നേരം ഗ്രേസ്യാമ്മ ഒന്നിങ്ങനെ പരങ്ങി നിൽക്കുകയാണ്. അന്നേരം രമേശൻ നായർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന്. ഞാൻ വല്ല തട്ടിപ്പുകാരനാണെന്ന അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന റാക്കറ്റാണോ എന്നെങ്ങാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ പണം തട്ടിയെടുക്കാൻ വന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ആയിരിക്കും നിങ്ങൾ എങ്ങനെയൊക്കെ പറയാൻ കാരണം. അതെ, ഞാൻ അവിടെ ത്യാഗഭവനത്തിൽ പോയിരുന്നു. അതുമാത്രമല്ല, ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയി. അപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞ രേവതിക്കുട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് വെറും 18 വയസ്സേ ഉള്ളൂ എന്ന് അത് എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അവളെ വിട്ടുതരാനുള്ള മടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമായിരിക്കും. എന്താണെങ്കിലും അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ആ കുട്ടിയൊന്ന് കാണണം. ഞങ്ങളുടെ കുട്ടിയാണോ എന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് അയാൾ സങ്കടത്തോടെ പറയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാമച്ചായനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗ്രേസ്യാമ്മ നേരെ അകത്തേക്ക് പോയി. ഗ്രേസ്യാമ്മ നേരെ ചെന്ന് മാമച്ചനെ വിളിക്കണ്. ദേ മാമച്ച, ഒന്നിങ്ങോട്ടേക്ക് വന്നേ. ദേ അയാളില്ലേ, ആ രമേശൻ നായർ, അയാൾ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയും. നീ എന്താ ഈ പറയുന്നത് എന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ, അന്ന് വന്നില്ലേ രേവതിക്കുട്ടി അന്വേഷിച്ച് കിളിമാനൂരിൽ നിന്ന് ഒരു രമേശൻ നായർ, അയാൾ ദേ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയും. അയാൾ വീണ്ടും വന്നോ? എന്താ അയാൾക്ക് വേണ്ടത്? അയാൾ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിക്കും. അതെ, അന്ന് നമ്മൾ രേവതിക്കുട്ടിക്ക് 36 വയസ്സെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് അത് അയാൾ വിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗ്രേസ്യാമ്മ പറയുന്നുണ്ട്, അതൊന്നും അയാൾ വിശ്വസിച്ചിട്ടില്ല മാമച്ചായ. അയാൾ ആ ത്യാഗഭവനത്തിൽ പോയി എന്ന്, നമ്മൾ ചിന്നുകുട്ടിയെ ആക്കിയിട്ടുള്ള ആ സ്ഥലമില്ലേ, അവിടെ പോയി അന്വേഷിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് സിസ്റ്റർ വിളിച്ച് രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്ന് രേവതിക്കുട്ടി നമ്മളോട് ചോദിച്ചില്ലേ എന്നെ കാണാൻ ആരാ ഇവിടെ വന്നത് എന്നൊക്കെ ഗ്രേസ്യാമ്മ ഓർമ്മിപ്പിച്ചു. ഓ, അപ്പോൾ ഇതിപ്പോൾ അയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും കഴക്കൂട്ടത്ത് പോയിട്ട് അവിടെ നിന്നും അയച്ച കുട്ടികളുടെ ഏജൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രേവതിക്കുട്ടിക്ക് 36 വയസ്സല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. മാമച്ചായനൊന്നിങ്ങ് വന്നേ, എനിക്കാകെ പേടിയാവുന്നു. രേവതിക്കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഗ്രേസ്യാമ്മക്കാകെ ആകെ ടെൻഷനായിരിക്കും. അവളെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ രേവതിക്കുട്ടി വന്നതിന് ശേഷമല്ലേ നമ്മൾ ശരിക്കും ഒന്ന് സന്തോഷിക്കാനൊക്കെ തുടങ്ങിയത് എന്ന് ഗ്രേസ്യാമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, നമ്മളങ്ങനെ കടുംപിടുത്തം പിടിക്കാനൊന്നും പറ്റില്ല ഗ്രേസ്യാമ്മേ. കാരണം അവരുടെ കുട്ടിയാണ് രേവതിക്കുട്ടിയെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് അവളെ വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാമെന്ന് പറയുമ്പോൾ, എൻ്റെ മാമച്ചായ ഒന്നും ഇങ്ങനെ പേടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണോ ഗ്രേസ്യാമ്മ. മാമച്ചൻ ഇന്നിങ്ങോട്ടേക്ക് വന്നേ, അയാൾ അവിടെ വെയിറ്റ് ചെയ്യാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ മാമച്ചാനെ വിളിച്ചുകൊണ്ട് ഗ്രേസ്യാമ്മ വരികയാണ്. മാമച്ചായനെ കണ്ടതോടുകൂടി തന്നെ രമേശൻ നായർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണോ എഴുന്നേൽക്കുന്നത് എന്ന്. എന്ത് പറ്റി, കാലിന് വേദനയാണോ? വൈഫ് പറഞ്ഞല്ലോ. കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്ന് മാമച്ചായ മറുപടി നൽകി. കിളിമാനൂർ നല്ലൊരു വൈദ്യരുണ്ട്, അവിടെ ചെന്ന് കാണിക്കാം, പെട്ടെന്ന് തന്നെ ഭേദമാവുകയും ചെയ്യുമെന്ന് രമേശൻ നായർ നിർദ്ദേശിച്ചു. ഞാൻ നേരത്തെ വൈഫിനോട് ചോദിച്ചിരുന്നു, അപ്പോൾ പരിഹസിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കി. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ അസുഖമാണെന്ന് കേട്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് അയാൾ മറുപടി പറഞ്ഞു. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ തണുപ്പ് കൂടുമ്പോൾ വേദന ഇത്തിരി കൂടുതലാണ് എന്ന് മാമച്ചായൻ പറഞ്ഞു. അതിനൊക്കെ ബെസ്റ്റാണ് അവിടുത്തെ വൈദ്യർ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ട് ഒരൊറ്റ തവണ ഒന്ന് വന്നു നോക്ക്, അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്നയാൾ വീണ്ടും മറുപടി നൽകി.
അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാ വീണ്ടും വന്നത് എന്ന് മാമച്ചായൻ രമേശൻ നായരോട് ചോദിക്കണേ. അതെ, ഞാൻ വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് ആ കുട്ടിയൊന്ന് കാണണം, ഒരൊറ്റ തവണ ഒന്ന് കണ്ടാൽ മതി. എൻ്റെ മകൻ്റെ കുട്ടിയാണോ ആ കുട്ടിയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാനാള്. എങ്ങനെയാണ് നിങ്ങളുടെ മകൻ്റെ കുട്ടി ഓർഫനേജിലെത്തുക? നിങ്ങളുടെ മോൻ്റെ കുഞ്ഞാണെങ്കിൽ അത് നിങ്ങളുടെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത് എന്ന് മാമച്ചായൻ ചോദിച്ചു. അതൊക്കെ ഒരു വലിയ കഥയാണ്. അങ്ങനെയൊക്കെ എന്ന് സംഭവിച്ചു പോയി എന്ന് അയാൾ സങ്കടപ്പെട്ട് പറഞ്ഞു. എന്നാലും നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണെന്ന് നിങ്ങൾ ഇപ്പോഴാണ് അന്വേഷിച്ചു വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് അയാൾ വിവരിച്ചു. രമേശൻ നായർ പറയുന്നുണ്ട്, എൻ്റെ മകന് ഒരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിച്ചില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ തറവാടിത്തവും പത്രാസുമൊക്കെ കാരണം ആ ബന്ധത്തിന് ഞങ്ങൾ ആരും തന്നെ സമ്മതിച്ചില്ല എന്ന് പറയാം. പക്ഷേ ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവൾ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും കുറച്ച് നാൾ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ആക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ മരണത്തിൻ്റെ ഉത്തരവാദി ഞങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മകൻ നിർബന്ധം പിടിച്ചതാണ് അവളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അന്നത്തെ പ്രതാപത്തിൻ്റെ പുറത്ത് ഞങ്ങളാരും തന്നെ അതിന് സമ്മതിച്ചില്ല. അവനോട് ചെയ്ത വലിയൊരു പാപമാണത്. അവൻ ഞങ്ങളോട് പകരം വീട്ടി. പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ച് ഈ അടുത്താണ് ഞങ്ങൾ അറിയുന്നത്. ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്നുവെന്നും അവൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ ഈ അടുത്താണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അയാൾ സങ്കടത്തോടെ പറഞ്ഞു. ഈ കഥകളെല്ലാം കേട്ടതോടുകൂടി തന്നെ മാമച്ചായനും ഗ്രേസിയാമ്മയും ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളന്ന് അവരുടെ കല്യാണത്തിന് സമ്മതിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് ഈ 18 വർഷം ഓർഫനേജിലിങ്ങനെ കഷ്ടപ്പെട്ട് കഴിയേണ്ടി വന്നില്ലായിരുന്നല്ലോ. അവൾക്കിങ്ങനെ 18 കൊല്ലത്തോളം ഓർഫനേജിൽ വളരേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങളുടെ മകൻ്റെ ജീവിതവും ഇല്ലാതായി പോവില്ലായിരുന്നല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ. എന്നിട്ടിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അവൾ അന്വേഷിച്ച് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഗ്രേസിയാമ്മ ദേഷ്യപ്പെടാണ്. അതെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. എൻ്റെയും ബന്ധുക്കളുടെയും പിടിവാശി കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ മകൻ്റെ ലൈഫ് അതോടുകൂടെ തീർന്നു. വേറെ വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ വാശിയിൽ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞാൽ അവൻ മാറിക്കോളാമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം. പക്ഷേ ആ പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ ഇനി ഒരിക്കലും ലൈഫിലൊരു മാരേജ് വേണ്ടെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അവൻ മദ്യപാനമൊക്കെ തുടങ്ങി. അതിന് അഡിക്റ്റായി. അങ്ങനെ അവൻ്റെ ജീവിതം അവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ അയാൾ സങ്കടത്തോടെ പറയാണ്. അതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ മകൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം തന്നെ ഇല്ലാതാക്കിയെന്ന് എന്ന് ഗ്രേസിയാമ്മ വീണ്ടും ചോദിക്കുകയാണ്. ശരിയാണ്, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ മദ്യത്തിന് അഡിക്റ്റായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അവന് കിഡ്നി ഫെയിലിയറാണ്, സീരിയസ് ആണ്. ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പോലും വിധി എഴുതിയിരിക്കുന്നത്. ഒരുപാട് ഡയാലിസിസൊക്കെ ചെയ്തു, കിഡ്നി മാറ്റിവെക്കാൻ നോക്കി. പക്ഷേ ഒന്നും തന്നെ ഫലിച്ചില്ല. ഇപ്പോൾ അവൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവൻ്റെ അവസാനത്തെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നൊക്കെ പറയട്ടെ രമേശൻ നായർ. അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് രമേശൻ നായർ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് ആകെപ്പാടെ ഭയം തോന്നുന്നു. രേവതിക്കുട്ടിയുടെ ശരിക്കുമുള്ള അച്ഛനാണോ അല്ലയോ എന്നൊന്നും ഇവർക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അനുവദിച്ചില്ല എങ്കിൽ അതും പ്രശ്നമാകില്ലേ എന്നവർ ചിന്തിക്കുന്നു. അതൊന്നും ശരിയാവില്ല. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അത് രേവതിക്കുട്ടിയാവാൻ വഴിയില്ല എന്ന് ഗ്രേസിയാമ്മ ഉറപ്പിച്ചു പറഞ്ഞു. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ 18 വയസ്സുള്ള ഒരേ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അത് രേവതിക്കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ചു പറയുന്നത് എന്ന് രമേശൻ നായർ പറയും. അന്നേരം ഗ്രേസിയാമ്മയും മാമച്ചനും മുഖാമുഖം നോക്കി നിൽക്കാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. രമേശൻ നായർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റൂ? ഒരേ ഒരു വട്ടം എനിക്കൊന്ന് ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതോടുകൂടെ തന്നെ ആ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണോ എന്ന്. അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയിട്ട് കൺഫേം ചെയ്യാമല്ലോ എന്ന് പറയും. അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരേ ഒരു വട്ടമെങ്കിലും എൻ്റെ മകൻ്റെ മുന്നിൽ അവളെ ഒന്ന് കൊണ്ടു നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാനിങ്ങനെ വരുന്നത്. നിങ്ങൾ അവളെ ഒന്നിങ്ങോട്ടേക്ക് പുറത്തേക്ക് വിളിക്കാമോ എന്ന് വീണ്ടും കെഞ്ചിക്കൊണ്ട് ചോദിക്കാട്ടോ രമേശൻ നായരുടെ സങ്കടമെല്ലാം കേട്ടുകൊണ്ട് ഗ്രേസിയാമ്മയെ രേവതിക്കുട്ടി ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറയാണ് മാമച്ചായൻ. അത് വേണോ മാമച്ചായ എന്ന് ഗ്രേസിയാമ്മ വീണ്ടും ചോദിക്കുമ്പോൾ, നീ വിളിക്ക്, ഇവരൊന്ന് വന്ന് കാണട്ടെ, ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്ന് മാമച്ചായൻ പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടി തന്നെ ഗ്രേസിയാമ്മ പോയിട്ട് രേവതിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വരിക.
ഗ്രേസ്യാമ്മ രേവതിക്കുട്ടിയോട് പറയുന്നത് അയാൾ പറയുന്നത് അയാളുടെ മകൻ്റെ കുഞ്ഞാണോ നീ എന്ന് സംശയമുണ്ടെന്നാണ്. അതിനാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു ആൻറ്റി, അയാൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് രേവതിക്കുട്ടി മറുപടി നൽകി. എന്നാൽ നീ അങ്ങോട്ടേക്കൊന്ന് വാ എന്ന് പറയുമ്പോൾ ആൻറ്റി അത് വേണോ, എനിക്കെന്തോ പോലെ തോന്നുന്നു. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ അയാളുടെ മുന്നിലേക്ക് വരാൻ പോലും മടിച്ചു നിൽക്കാണ്. അതൊന്നും സാരമില്ല മോളെ, നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ്യാമ്മ നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് രമേശൻ നായരുടെ അടുത്തേക്ക് വരികയാണ്. രേവതിക്കുട്ടി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ രമേശൻ നായർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി അത് തൻ്റെ മകൻ്റെ കുഞ്ഞാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം അയാളുടെ മനസ്സിൽ തോന്നി. വല്ലാത്തൊരു ഫീലായിരുന്നു. മരിച്ചുപോയ രേവതിക്കുട്ടിയുടെ അമ്മയുടെ അതേ മുഖസാദൃശ്യം തന്നെയായിരുന്നു അയാൾക്ക്. ആ കാര്യം അയാൾക്ക് ഓർമ്മ വന്നു. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന രേവതിക്കുട്ടി. ഇവളെ ഞങ്ങൾ അവിടെ നിന്നും ദത്തെടുത്ത് വളർത്തുന്നതാണെന്ന് മാമച്ചായൻ പരിചയപ്പെടുത്തി. രമേശൻ നായർ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. രേവതിക്കുട്ടിയും അയാളെ തന്നെ നോക്കുന്നുണ്ട്. രമേശൻ നായർ അവളെ അടുത്തേക്ക് വിളിച്ചു. രേവതിക്കുട്ടി ഇങ്ങോട്ടേക്ക് വാ മോളെ എന്ന് പറയും. രേവതിക്കുട്ടി ഗ്രേസ്യാമ്മയെ നോക്കുമ്പോൾ ഗ്രേസ്യാമ്മ തല താഴ്ത്തി നിൽക്കുകയാണ്. ചെല്ല്, മാമച്ചായൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മോളെ അന്വേഷിച്ചാണ് ഈ മുത്തശ്ശൻ വന്നിരിക്കുന്നത്. സംശയമായിരുന്നു, പക്ഷേ നിന്നെ കണ്ട നിമിഷം എനിക്ക് ഉറപ്പായി നീ എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു. അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ അയാൾ യാചിക്കുന്നുണ്ട്. മോളെ നീ എൻ്റെ കൂടെ വരണം, ഒരൊറ്റ തവണ നീ എൻ്റെ കൂടെ വരണം. മോളുടെ മുത്തശ്ശനാണ് ഞാൻ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി മോളെ. നീ ഓർഫണേജിൽ വളരേണ്ടി വന്നത് എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ശിക്ഷ ഇപ്പോൾ നിൻ്റെ അച്ഛനും അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ സ്വയം കിടന്നുരകുകയാണ്. ലാസ്റ്റായിട്ട് അവസാനമായിട്ട് മോളെ ഒന്ന് കാണണമെന്ന് മാത്രമാണ് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം. അതെങ്കിലും നീ ഒന്ന് സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് പറയാണ്. മോളെ നീ എൻ്റെ കൂടെ വരുമോ എന്ന് അയാൾ ചോദിക്കുന്നതോടുകൂടി തന്നെ രേവതിക്കുട്ടിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം മാമച്ചായൻ ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അഡ്രസ്സ് തന്നിട്ട് പോയിക്കോളൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് അയാൾ അഡ്രസ്സും നമ്പറും മാമച്ചായന് കൊടുത്തു. വരുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് മോന് മരിക്കുന്നതിന് മുൻപേ തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് വന്നതാണെന്നും അയാൾ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. പോകുന്നതിനു മുൻപ് തന്നെ രേവതിക്കുട്ടിയോട് മുത്തശ്ശൻ പോട്ടെ മോളെ, നീ വരുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വട്ടമെങ്കിലും നീ വരുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നീ ഒരു തവണയെങ്കിലും അച്ഛനെ വന്നൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ രമേശൻ നായർ പോകുന്നത്. രമേശൻ നായർ പോയതിനു ശേഷം രേവതിക്കുട്ടിയാണെങ്കിൽ ആകെ സ്തംഭിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രേസ്യാമ്മ ചോദിക്കുന്നത്, മാമച്ചായ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്തിന് മാമച്ചായൻ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയും. എന്താ മോളെ നിന്റെ തീരുമാനമെന്ന് ഗ്രേസ്യാമ്മ ചോദിക്കുന്ന സമയത്തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കറിയില്ല ആൻറ്റി, നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയണ രേവതിക്കുട്ടി. രമേശൻ നായർ ആ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞിട്ടും ആ വീടിനുള്ളിൽ വല്ലാത്തൊരു ശ്മശാനമൂകത തളം കെട്ടി നിന്നു. ആൻറ്റി എന്നും മാമച്ചായനെന്നും വിളിച്ചു ശീലിച്ച തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഒന്നും അറിയാത്തവളെ പോലെ രേവതിക്കുട്ടി നിന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവളാണ് താനെന്ന തിരിച്ചറിവ് മായാതെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം മുത്തശ്ശനാണെന്ന് പറഞ്ഞ് ഒരാൾ കടന്നു വരിക, ഹോസ്പിറ്റലിൽ മരണക്കിടയിൽ കിടക്കുന്ന അച്ഛനെ പറ്റിയിട്ട് പറയുക. ഇതൊക്കെ ഉൾക്കൊള്ളാൻ ആ 18-കാരിയുടെ മനസ്സ് കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മാമച്ചായൻ അന്വേഷണം തുടങ്ങി. രമേശൻ നായർ തന്ന കാർഡിലെ അഡ്രസ്സും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും വെച്ച് അദ്ദേഹം സുഹൃത്തായ ഒരു പോലീസുകാരനെ വിളിച്ചു. എടോ, കിളിമാനൂരിലെ ആ രമേശൻ നായർ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. അയാളുടെ മകൻ അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അതീവ ഗുരുതാവസ്ഥയിലാണ്. കിഡ്നി തകരാറായിട്ട് മാസങ്ങളായി. രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോയും വിവരങ്ങളും വെച്ച് നോക്കിയാൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് രേവതിക്കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. മാമച്ചായൻ ഫോൺ വെച്ചപ്പോൾ ഗ്രേസ്യാമ്മയുടെ കണ്ണുകൾ തിറഞ്ഞു തുളുമ്പി. തങ്ങൾ പൊന്നുപോലെ വളർത്തിയ മോൾ കൈവിട്ടു പോകുമോ എന്ന പേടി അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി യാതൊരുവിധ സമാധാനവുമില്ലാതെ ഗ്രേസ്യാമ്മ നേരെ രേവതിക്കുട്ടിയുടെ അരികിലേക്കെത്തി. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, മോളെ, അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമുക്കതെല്ലാം ബോധ്യപ്പെട്ടു. നിന്റെ അച്ഛൻ, അദ്ദേഹം ഒരുപാടധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അവസാന ശ്വാസത്തിൽ നിന്നെ ഒന്ന് കാണാൻ കൊതിക്കുകയാണ് അദ്ദേഹം. നമുക്ക് നാളെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോവാം, നിന്റെ അച്ഛനെ കാണാമെന്ന് പറയും. രേവതിക്കുട്ടിയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവൾ ഗ്രേസ്യാമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ആർക്കും തന്നെ ഉറക്കമില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആ വീട്ടിലെ ഓരോ ചുമരിനും അവരുടെ സങ്കടം അറിയാമായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ അവർ എത്തി. രമേശൻ നായർ അവരെ ദൂരെ നിന്ന് തന്നെ കണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി
അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു താഴ്ന്നിരുന്നു. മോളെ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഐസിയുനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ മെഷീനുകളുടെ നിലക്കാത്ത ശബ്ദങ്ങൾക്കിടയിൽ ശരീരം മെലിഞ്ഞുണങ്ങി മുഖത്ത് മരണത്തിൻ്റെ നിഴൽ വീണ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു രേവതിക്കുട്ടിയുടെ സ്വന്തം അച്ഛൻ, ജന്മം നൽകിയ അച്ഛൻ. രമേശൻ നായർ തൻ്റെ മകൻ്റെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു. മോനെ, ഇതാണ് നിന്റെ മോൾ രേവതിക്കുട്ടി. നോക്ക്. മകൻ സമാധാനം കണ്ണുകൾ തുറന്നു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അയാൾ ആ പെൺകുട്ടിയെ നോക്കി. താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ അതേ മുഖം തന്നെയായിരുന്നു രേവതിക്കുട്ടിക്ക്, അതേ കണ്ണുകൾ. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വശങ്ങളിലേക്ക് ഒഴുകി നീങ്ങി. വിറക്കുന്ന കൈകൾ ഉയർത്തി അയാൾ അവളെ തൊടാൻ ശ്രമിച്ചു. രേവതി അറിയാതെ തന്നെ അയാളുടെ കൈയങ്ങ് പിടിച്ചു. ആ സ്പർശനത്തിൽ വർഷങ്ങളുടെ ശൂന്യത അലിഞ്ഞുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ മകളുടെയും അച്ഛൻ്റെയും കൈകൾ ഒന്നിച്ച് ചേർത്ത് പിടിച്ചു വെച്ചു. ആ അംഗചലനത്തിന് ഒരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിന്റെ മുത്തശ്ശൻ നിന്നെ നോക്കിക്കോളും എന്നത്. മിനിറ്റുകൾക്ക് ശേഷം മോണിറ്ററിലെ വരകളെല്ലാം തന്നെ നേരെയായി. ആ മുറിയിലെ നിലവിളി ഉയർന്നു. രേവതിക്കുട്ടി ആകെ തകർന്നുപോയി. തന്നെ കാണാൻ വേണ്ടി മാത്രം ജീവൻ പിടിച്ചു നിർത്തിയ അച്ഛനെ അവൾ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടു. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ രമേശൻ നായർ മാമച്ചായൻ്റെ അടുത്തേക്ക് വന്നു. രമേശൻ നായർ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൊച്ചുമോളെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അവളുടെ സന്തോഷമാണ് എനിക്ക് എപ്പോഴും വലുത്. അവൾക്ക് നിങ്ങളെ വിട്ടുവരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ രേവതിക്കുട്ടിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. അവൾ മാമച്ചായൻ്റെയും ദേശീയമ്മയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല ആൻറ്റി. പക്ഷേ ഈ മുത്തശ്ശൻ അവിടെ ഒറ്റക്കാണ്. അദ്ദേഹത്തിന് ഇനി അവിടെ ആരുമില്ല. എനിക്ക് കിളിമാനൂരിലെ ആ വീട്ടിലേക്ക് കുറച്ച് ദിവസം പോയി നിൽക്കണം. എങ്കിലും എൻ്റെ വീട് ഇതുതന്നെയാണ്. എനിക്ക് അങ്കിളും ആൻറ്റിയും മാത്രം മതി. പക്ഷേ എനിക്കെൻ്റെ അച്ഛൻ്റെ സ്പർശനം കിട്ടാൻ വേണ്ടി അവിടെ ഒന്ന് പോയി നിൽക്കണമെന്ന് പറയാണ് രേവതിക്കുട്ടി. അങ്ങനെ ആ പകയും വിദ്വേഷവും ഒക്കെ സ്നേഹത്തിന് വഴിമാറി. രേവതിക്കുട്ടി തൻ്റെ വേരുകൾ കണ്ടെത്തി. എങ്കിലും തന്നെ വളർത്തിയവരുടെ സ്നേഹത്തണലിൽ തന്നെ അവൾ തുടർന്നു. തകർന്നുപോയ ഒരു കുടുംബത്തിൻ്റെ കണ്ണിയായി തന്നെ രേവതിക്കുട്ടി മാറി. അങ്ങനെ ആ ഒരു വീടിൻ്റെ പഴയ പ്രതാപം തിരിച്ചു വന്നു. രേവതിക്കുട്ടി രമേശൻ നായരുടെ കൂടെ യാത്ര പോകുന്ന സമയത്തന്നെ ഗ്രേസ്യാമ്മയുടെ നെഞ്ചി പിളരുന്ന വേദനയാണെങ്കിൽ പോലും പിന്നീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രേവതിക്കുട്ടി എന്നേക്കുമായി ഗ്രേസ്യാമ്മൻ്റെ അടുത്തേക്കും മാമച്ചൻ്റെ അടുത്തേക്കൊക്കെ തിരികെ വരുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.